സഭാ മേലാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസിന്റെ പ്രാർത്ഥനയോടെ ക്രെയിനും മണ്ണുമന്തി യന്ത്രവും ഉപയോഗിച്ചായിരുന്നു മരം വീണ്ടും നിവർത്തി നിർത്തിയത്. കാറ്റിൽ ഉലയാതിരിക്കാൻ കൊമ്പുകൾ മുറിച്ചുമാറ്റി. രോഗബാധ തടയാൻ ഇതിൽ ബോഡോ മിശ്രിതം തേച്ചുപിടിപ്പിച്ച് മൂടിക്കെട്ടി കുമ്മായവും ചാണകപ്പൊടിയും ചേർത്ത് മണ്ണിനെ വളക്കൂറുള്ളതുമാക്കി. വിശ്വാസികളുടെ വികാരം മനസ്സിലാക്കിയാണ് മരം വീണ്ടും നടുന്നതെന്ന് സഭാ അധികൃതർ പറഞ്ഞു. ഇതിനായി വനഗവേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് വിദഗ്ധ ഉപദേശവും തേടി. പുളിമരത്തോടൊപ്പം ആൽമരവും പടർന്നതിനാൽ വർദ്ധിച്ച അതിജീവനശേഷി ഉണ്ടാകുമെന്ന സാധ്യതയും മരം നടാൻ പ്രേരണയായെന്ന് ഇതിന് നേതൃത്വം നൽകുന്ന ഫാദർ തോമസ് കുര്യൻ, വർഗീസ് വാഴപ്പള്ളി, ഗീവർ മാണി, ബിനോയ് പി മാത്യു എന്നിവർ പറഞ്ഞു. തൃശ്ശൂര് കാർഷിക കോളേജിലെ പ്രൊഫസറും അതുപോലെ തന്നെ PG ഫോറസ്റ്റ് ഗവേഷണ ഓഫീസിൻ്റെ പ്രിൻസിപ്പലൊക്കെ അവരെ സംസാരിച്ചപ്പോൾ പറഞ്ഞ് പുളിമരം വീണ്ടും നട്ട് വളർത്താം, അത് വളരും എന്ന് പറയുന്നത്. അവരിവിടെ സന്ദർശിച്ച അവസരത്തിൽ ഈ വീണ് കിടന്നിട്ട് ഇത്രയും 10-15-18 ദിവസങ്ങളായിട്ടും ഈ പുളിമരത്തിൻ്റെ ഇലകളൊന്നും വാടിപ്പോകാതിരിക്കുന്നത്, അപ്പോൾ അതിന് ചൈതന്യമുണ്ട്, അതിൽ ജീവനുണ്ടെന്ന് തന്നെയാണല്ലോ പറയുന്നത്. എല്ലാ മരങ്ങൾക്കും ചൈതന്യമുള്ളതുകൊണ്ട് അതിന് ജീവനുണ്ട് എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ മരം മരിച്ചിട്ടില്ല എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. കഴിഞ്ഞ ജൂലൈ 24 രാത്രി 9 മണിയോടെയുണ്ടായ ശക്തമായ കാറ്റിലാണ് തൊഴിയൂർ ഭദ്രാസനത്തിലെ വൻ പുളിമുത്തശ്ശി കടപുഴകി വീണത്. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ സ്ഥാപക പിതാക്കന്മാരായ പരിശുദ്ധ കുറിലോസ് ബാവമാരുടെ കാലത്തുള്ള പുളിമരം ചെകുത്താൻ പുളി എന്ന പേരിലാണ് നാട്ടിൽ അറിയപ്പെടുന്നത്. 200 ഏക്കറോളം വരുന്ന തരിശുഭൂമിയിൽ ദൈവാലയ നിർമ്മിതിക്കു മുൻപേ ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കുമായി പരിശുദ്ധ പിതാക്കന്മാർ ഈ പുളിമരത്തണലിനെ ആശ്രയിച്ചിരുന്നുവെന്നാണ് പഴമൊഴി. ചെകുത്താൻ പുളി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പുളിമരത്തെ സംബന്ധിക്കുന്ന ഒരുപാട് കഥകളും തൊഴിയൂർ ദേശത്ത് പറഞ്ഞു കേട്ടിരുന്നു. തൊഴിയൂർ പള്ളിയുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കഥകൾക്ക് പിൻബലമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്ന പുളിമരം ഇനിയും ഏറെ നാൾ പൈതൃക സ്മരണ നിലനിർത്തി പള്ളിയങ്കണത്തിൽ തലയുയർത്തി നിൽക്കുമെന്ന പ്രതീക്ഷയിലാണ് വിശ്വാസികൾ.